ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരേ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കുറുക്കു വഴിയുണ്ട്. അനുഗ്രഹം കിട്ടാൻ ഒരു കുറുക്കു വഴിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, ഇഷ്ടമുള്ളത് ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ ഒരു കണ്ടീഷനുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഈ പരിശുദ്ധ കുർബാനയിൽ തന്നെ നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈശോയിൽ വസിക്കാനുള്ള അവസരമാണ് പരിശുദ്ധ കുർബാന സമയം. നമുക്ക് പല വിചാരത്തോടെ ഇരിക്കാം, അശ്രദ്ധമായിട്ടിരിക്കാം, സംസാരിച്ചുകൊണ്ടിരിക്കാം, കുർബാന മധ്യ പുറത്തേക്ക് ഇറങ്ങിപ്പോകാം, വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാം, ഇങ്ങനെ ആളുകളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം, ഇങ്ങനെ പല വിധത്തിൽ നമുക്കിരിക്കാം. അതൊന്നും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന അവസ്ഥകളല്ല. നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഈ വചനം ദൈവം തന്നിരിക്കുക. ഇനി നമ്മുടെ ഊഴമാണ്. നമുക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം, അനുഗ്രഹം പ്രാപിക്കാം. നമ്മുടെ അവസരമാണ്. പാഴാക്കിക്കളയാതെ ഈ വിശുദ്ധമായ ബലിയർപ്പണം നമുക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കനിയണമേ കർത്താവേ, കനിയണമേ.
കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കതയുടെ പുനരുദ്ധാരകനും സ്നേഹിതനുമായ ദൈവമേ, അങ്ങേ ദാസരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിക്കണമേ. അങ്ങനെ അവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചവർ അങ്ങ് സത്യത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 15-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. അക്കാലത്ത് യൂദയായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമമനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു. പൗലോസും ബർണബാസും അവരോട് വിയോജിക്കുകയും ചെയ്തു, വിവാദത്തിലേർപ്പെടുകയും ചെയ്തു. തന്മൂലം ജെറുസലേമിൽ ചെന്ന് അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബർണബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു. സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ചവർ വിജാതിയരുടെ മാനസാന്തര വാർത്ത വിവരിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഫിനീഷ്യ, സമരിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുളവായി. ജെറുസലേമിലെത്തിയപ്പോൾ സഭയും അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു. ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു. എന്നാൽ ഫരിസേയരുടെ ഗണത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു. അവരെ പരിച്ഛേദനം ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുക ആവശ്യമാണ്. ഇക്കാര്യം പരിഗണിക്കാൻ അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ചുകൂടി. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. നമുക്ക് സന്തോഷത്തോടെ പോകാം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. നമുക്ക് സന്തോഷത്തോടെ പോകാം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു. കർത്താവിൻ്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ അവർ വരുന്നു. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. നമുക്ക് സന്തോഷത്തോടെ പോകാം. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു, ദാവീദ് ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. നമുക്ക് സന്തോഷത്തോടെ പോകാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ആര് എന്നിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന.
കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം, ഫലം വേണം, ഫലം പുറപ്പെടുവിക്കണം. ഒരു ഫലമില്ലാതെ ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇല്ല, നമ്മൾ ഫലം തരാത്ത വൃക്ഷങ്ങളെ നമ്മൾ വെട്ടിത്തീലെറിയും. ഒരു ഗുണം ഉണ്ടാകണം, പഠിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകണം. വെറുതെ ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ദൈവം ഇങ്ങനെ കൃപകളൊക്കെ തന്നുകൊണ്ടിരിക്കുക, പക്ഷെ ഫലം ഉണ്ടാകണം. അപ്പം ഫലമുണ്ടോ എന്നറിയാൻ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ അത് നമ്മളുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഗലാത്യ 5:22-23 ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് 9 ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 12 ഫലങ്ങൾ, 3 കൂടി കൂട്ടിച്ചേർത്ത് അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ 12 ഫലങ്ങൾ, സ്നേഹം, ക്ഷമ, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമയം, ഇങ്ങനെ കുറേ ഫലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവുണ്ടോ? സംശയമുണ്ടോ? നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടോ? പരിശുദ്ധാത്മാവുണ്ട്, എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളവരൊന്ന് കരമുയർത്താവോ? എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് പറയുന്നത് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം. എല്ലാവരും പറയുന്നുണ്ട് എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. സത്യമാണ്. മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ, ഇങ്ങനെയുള്ള കുർബാന കർമ്മങ്ങളിലൂടെ ഒക്കെ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് വന്ന് നിറയും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും. ഇനി അടുത്തൊരു ചോദ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടോ? അതാണ്. നിറവുണ്ടെങ്കിൽ കവിഞ്ഞൊഴുകും. അതാണ്. ഫലമുണ്ടെങ്കിൽ തിരിച്ചറിയണ്ടേ. കുറച്ച് താഴെ മാത്രം കുറച്ച് വെള്ളമുണ്ടായാൽ അതിങ്ങനെ കമഴ്ത്തിയാലും ഒഴുകിയാൽ അതിവിടെ ഇത് കണ്ട, ഇത് ഈ ഗ്ലാസ്സിലെ വെള്ളമുണ്ട്. ഈ ഗ്ലാസ് ഞാൻ ചരിച്ചു, നിങ്ങൾ കാണുന്നുണ്ട്. ചരിച്ചിട്ടും വെള്ളം താഴേക്ക് വീഴുന്നില്ല. ഈ ഗ്ലാസ് ചരിച്ചിട്ടും വെള്ളം താഴേക്ക് വീഴുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അകത്ത് വെള്ളം നിറവില്ല. കുറേ ചരിക്കുമ്പോഴാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. അപ്പം നിറവ് ഇല്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട്, പക്ഷെ നിറവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷെ നിറവില്ല. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിറവ് ഉണ്ടോ? നിറവുണ്ടെങ്കിൽ കവിഞ്ഞൊഴുകും. മറിയത്തിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞൊഴുകിയപ്പോൾ
മറിയം അഭിവാദന സ്വരം പറഞ്ഞപ്പോൾ തന്നെ, മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അതാണ് നിറവ് ഉണ്ടെങ്കിൽ സംസാരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിറയും. അത് നമുക്ക് മരണം വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക എത്ര ശതമാനം പരിശുദ്ധാത്മാവുണ്ട്. അപ്പം നിറവ് നമുക്ക് വേണം, നിറവ് വേണം. ഫലമുണ്ടാകണം. കുർബാന അർപ്പണം വഴി ഫലമുണ്ടാകണം. ഈ ജീവിതം വഴി ഫലമുണ്ടാകണം. വെറുതെ അങ്ങ് ജീവിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്താലും അതിനൊരു ഫലമുണ്ടാകണം. പഠിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകണം, ജോലി ചെയ്യുന്നതുകൊണ്ട് ഫലമുണ്ടാകണം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ധ്യാനിക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല, പക്ഷേ ആളുകളിങ്ങനെ ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നടക്കും. ചില പിള്ളേരൊക്കെ ഒന്നും എത്തിയിട്ടില്ല, ഒരിടത്തും എത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. പക്ഷേ എല്ലാവരും അറിയപ്പെടാൻ ഇങ്ങനെ ആഗ്രഹിക്കും. വിലയൊന്നുമില്ലെങ്കിലും വിലയുള്ളതായിട്ട് കാണിക്കാൻ ശ്രമിക്കും. ഫലമൊന്നുമില്ലെങ്കിലും ഫലമുള്ളതായിട്ട് ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കും. പക്ഷെ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിനൊരു വിലയുണ്ടാവും. ആ വില തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ പ്രൊഫഷൻ തന്നെ നമ്മളെ സഹായിക്കും. അപ്പോൾ വെട്ടി ഒരുക്കപ്പെടണം എന്നൊരു കാര്യം ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. വെട്ടി ഒരുക്കപ്പെടണം, അതായത് അത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തലുകൾ സ്വീകരിക്കണം. ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ പറയുന്നത് അത് സ്വീകരിക്കണം. സഭയിലൂടെ നമുക്ക് നൽകുന്ന തിരുത്തലുകളൊക്കെ സ്വീകരിക്കണം. കുറച്ച് മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? ചേട്ടനൊരു കുറവുണ്ട്, ആരെങ്കിലും പറഞ്ഞു തരുമോ? തനിയെ മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു വർത്തമാനത്തിൽ ഒരു പിഴവ് പറ്റിയാൽ കൂട്ടത്തിലുള്ളവരെ പെട്ടെന്ന് നിശബ്ദരാകും, അല്ലെങ്കിൽ അവരൊരു നോട്ടം നോക്കും നമ്മിലേക്ക്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു പിഴവുണ്ടെന്ന്. കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തിരുത്തി കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 20 വയസ്സിൽ താഴെയുള്ളൊരു മകനെ പരിചയപ്പെടാനിടയായി. അവന് കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പുകവലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ വീട്ടുകാരൊന്നും അത് അറിഞ്ഞിട്ട് പോലുമില്ല. അവനത് മാറ്റി, രണ്ടും മാറ്റി. മദ്യപാനവും മാറി, പുകവലിയും മാറി. അവൻ സ്വയം തിരുത്തി. അങ്ങനെ സ്വയം തിരുത്തിയപ്പോൾ അവനൊരു റിസൾട്ടുണ്ട്. ഒരു വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത കിടക്കുകയാണ്. ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ സ്വയം തിരുത്തിയപ്പോൾ കണ്ടോ, ചിലവരെ മറ്റുള്ളവർ തിരുത്തി കൊടുക്കും. ചിലവർ സ്വയം തിരുത്തണം, എന്തായാലും തിരുത്തപ്പെടണം. അത് മസ്റ്റാണ്. വെട്ടി ഒരുക്കപ്പെടണം എന്നുള്ളത് അത് മസ്റ്റാണ്. അപ്പം മൂത്ത മകൻ ഇളയ മകൻ, നമ്മുടെ ധൂർത്തപുത്രൻ്റെ കഥയിൽ ഇളയ മകൻ തന്നിഷ്ടം പോലെ പോയി, ഇല്ലേ? പിതാവിന് മകനെ പോകല്ലേ മകനെ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റില്ല. പക്ഷെ അവന് സ്വയം തിരുത്താനുള്ള കൃപയുണ്ടായി. അതുകൊണ്ടാണല്ലോ അവൻ തിരിച്ചു വന്നത്. അല്ലെങ്കിൽ അവന് ആരാ പറഞ്ഞു കൊടുത്തത്? പന്നിക്കൂട്ടിൽ ആരാ ഉപദേശിക്കാനുള്ളത്? പക്ഷെ സ്വയം അവൻ തിരുത്തി. എന്നാൽ മൂത്ത മകൻ വീട്ടിലുണ്ടായിരുന്നിട്ട് പോലും അവന് തിരുത്തലുകൾ പിതാവ് കൊടുക്കേണ്ടി വന്നു. പിതാവ് പറഞ്ഞു കൊടുത്തു, മകനെ നീ എന്നും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ തിരുത്തലുകൾ അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും സ്വയം ആയാലും തിരുത്തലുകൾ മസ്റ്റാണ്. തിരുത്തലുകൾ വേണം. ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തണം, എന്നാലേ ഫലമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഫലമുണ്ടാകിയല്ല. തിരുത്തലുകൾ സ്വീകരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൽ വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടക്കുകയാണ്. അവൻ അവിടെ അനുകൂലമായ വല്ല സാഹചര്യമുണ്ടോ? പക്ഷേ അവന് ദൈവത്തിൻ്റെ മകനാണ് എന്നൊരു ബോധമുണ്ടായി. അതാണ് ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞത്. യൂദാസ് ഈശോയുടെ കൂടെ അന്ത്യത്താഴ സമയത്ത് ഭക്ഷണത്തിനിരുന്നപ്പോഴും അപ്പക്കഷണം സ്വീകരിച്ചിട്ടും അവന് ബോധമുണ്ടായില്ലല്ലോ. അവൻ പുറത്തേക്ക് പോയി ഈശോയെ ഒറ്റിക്കൊടുത്തു. അപ്പൊ ഇത് ദൈവത്തിൽ വസിക്കണമെന്ന് പറഞ്ഞ, ഇവിടെ പള്ളിക്കകത്തിരുന്നത് കൊണ്ട് ദൈവത്തിൽ വസിക്കണമെന്ന് പറയാൻ പറ്റില്ല. ദൈവിക കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ദൈവത്തിൽ വസിക്കണമെന്ന് പറയാൻ പറ്റില്ല. പള്ളിപ്പോക്കുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷെ ദൈവത്തിൽ വസിക്കണമെന്നില്ല. ദൈവത്തിൽ വസിക്കണം. മൂത്ത മകൻ വീട്ടിലിരുന്ന് അപ്പൻ്റെ കൂടെ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പൻ്റെ മനസ്സറിഞ്ഞില്ല, അപ്പൻ്റെ മനസ്സോട് ചേർന്ന് നിന്നില്ല. അതുകൊണ്ട് കുറെ കൊന്തവല്ലി കൊണ്ട് ദൈവത്തിൽ വസിക്കണമെന്ന് നിർബന്ധമില്ല. മുട്ടിന് നിരങ്ങിയത് കൊണ്ട് ദൈവത്തിൽ വസിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൽ വസിക്കണം, ദൈവത്തിൻ്റെ മനസ്സോട് ചേരണം.
അതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൽ വസിച്ചാൽ മാത്രം പോരാ, ദൈവം നമ്മിൽ വസിക്കണം. ദൈവം നമ്മിൽ വസിക്കണം. നമ്മളിപ്പോൾ ഇന്ന് കാഴ്ചവെപ്പൊക്കെ നടത്തുന്നുണ്ട്, നേർച്ച കാഴ്ചകൾ നിറവേറ്റുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, നമ്മളിങ്ങനെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ വഴിയരികിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ വന്നിട്ട് ബ്ലസ് ചെയ്യണമെന്ന് പറയും. ഇന്നൊരു ടീം ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രധാന ബസിലിക്കയുടെ സമീപം അവർ തൊട്ട് മുമ്പാണ്, ആവേ മരിയ എന്ന സെൻറ്ററിലാണ് പൊതുവായ ബ്ലെസ്സിങ് ശുശ്രൂഷ ഉള്ളത്. 12 മണിക്കൂറാണ് വൈദികർ അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുൻപിലായതുകൊണ്ട് എൻ്റെ അടുത്ത് നടന്നു വന്ന് പോകുന്ന വഴി ഇരിക്കട്ടെ, ഒരു ആശീർവാദം, അച്ഛാ ഒരു ആശീർവാദം. അപ്പോൾ വഴികരികിൽ നിന്നൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. അപ്പോൾ ആവേ മരിയയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവർ പോയി കളഞ്ഞു. അവർക്ക് ആവേ മരിയ പോകണ്ട, ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയാൽ മതി എന്നുള്ള. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും തൃപ്തരായിരിക്കുന്നത് നമ്മുടെ നേർച്ചകളിലാണ്. നമ്മളിങ്ങനെ നേരും, അത് ചെയ്യാം, ഇത് ചെയ്യാം, എന്നിട്ട് നമ്മുടെ മനസ്സിനങ്ങ് തൃപ്തിപ്പെടുത്തും. അങ്ങനെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. അല്ല, കുട്ടികള് പഠിക്കുന്നത് പോലെ അപ്പനും അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കും. പുസ്തകമൊക്കെ നോക്കുമ്പോൾ പുസ്തകമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ മനസ്സെവിടെയെങ്കിലും ആയിരിക്കും. അമ്മ നോക്കുമ്പോൾ മകനിരുന്നതെ പഠിക്കുന്നു. അങ്ങനെ പറ്റിച്ചത് കൊണ്ടായില്ല. കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ദൈവത്തിലാണെന്ന് ചിന്ത വരുത്തുന്നത് കൊണ്ട് കാര്യമില്ല. ദൈവം നമ്മിൽ വസിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നേർച്ച കാഴ്ചകളിലും മുട്ടുനിരങ്ങിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതൊരു സാക്രമെന്റൽ ഗ്രേസ് അതുവഴി കിട്ടുന്നില്ല. ഇപ്പൊ കൈവപ്പ് പ്രാർത്ഥന, ഒരു അച്ഛനെ പിടിച്ച് അച്ഛാ ഒന്ന് ആശീർവദിക്ക് എന്ന് പറയുന്നയാള് കുംഭസാരത്തിനും കുർബാന സ്വീകരണത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? കാരണം സാക്രമെന്റൽ ഗ്രേസ്, ദൈവം നമ്മിൽ കൗതാശികമായി വന്ന് നിറയുന്നത്, ദൈവത്തിന്റെ പ്രസാദപരം വന്ന് നിറയുന്നത്, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്ന അനുഭവം വരുന്നത് വളരെ പ്രകടമായി വരുന്നത് കൂദാശകളിലൂടെയാണ്. കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴുമാണ്. നമുക്കറിയാലോ, ഈ തീർത്ഥാടന കേന്ദ്രം, എല്ലാവരും വരുന്ന തീർത്ഥാടന കേന്ദ്ര, ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോകണമെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയും വേളാങ്കണ്ണി പോകണമെന്ന് പറയും. നിങ്ങൾക്കറിയാം ഇതാണ് വലിയ തീർത്ഥാടന കേന്ദ്രമെന്ന്. ഇനി കേരളത്തില് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നിങ്ങൾക്കറിയാം നല്ല ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക ധ്യാന കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ പറയും ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോകാൻ അനുഗ്രഹം കിട്ടും, ആ ധ്യാന കേന്ദ്രം നല്ലതാണെന്ന് പറയും. ഇന്ന ജോലി UK പോകുന്നതിന് പകരം ജർമ്മനിക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറയും. നമുക്കറിയാം ലോകത്തിന്റെ കാര്യങ്ങൾ ഗ്രേഡ് നോക്കി തരം തിരിച്ച് പറയാൻ നമുക്കറിയാം. പക്ഷേ ദൈവം വസിക്കുന്ന കാര്യം ഗ്രേഡ് കൂടിയത് കൂദാശകളുടെ സ്വീകരണമാണെന്ന് നമുക്കിനിയും ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? മറ്റു പല കാര്യങ്ങളും നേർച്ചകളും ചെയ്ത് നമ്മളെ മനസ്സിനെ നമ്മൾ തൃപ്തിപ്പെടുത്തി നടക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്ന ഗ്രേഡ് കൂടിയ കാര്യം കൂദാശകളുടെ സ്വീകരണമാണ്. ദൈവത്തോട് പല അനുഗ്രഹങ്ങളും ചോദിക്കുമ്പോഴും ഗ്രേഡ് കൂടിയ കാര്യം ചെയ്യാത്തത് എന്താ? കൂദാശകൾക്കും താഴെയുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷപ്പെടാനാണ്, അങ്ങനെ സന്തോഷിക്കാനാണ് നമ്മൾ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മുടെ ആഗ്രഹം. അതാണ് ഗ്രേഡ് കൂടിയ കാര്യങ്ങൾ ചെയ്യണം, ഗ്രേഡ് കൂടിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ദൈവം നമ്മിൽ വസിക്കും. കൂദാശകൾക്കപ്പുറം, കൂദാശകളിലൂടെ വരുന്ന ദൈവിക സാന്നിധ്യത്തിനപ്പുറം മറ്റൊരു കാര്യമില്ല. നമ്മുടെ സഭയിൽ അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം വെച്ചിരിക്കുന്നത്. ഇന്ന് ആദ്യ കുർബാന സ്വീകരണം നടത്തുമ്പോഴും അവളോട് ചോദിച്ചു എന്താണ് പ്രസാദം, എന്താണ് കൂദാശ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു കാണപ്പെടാത്ത ദൈവവരപ്രസാദം തരുന്നതിന് ഈശോ മിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. ഇനി കുർബാന സ്വീകരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമെന്ന് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു വേണ്ടത്ര ഒരുക്കവും ഭക്തിയും വേണം, 1 മണിക്കൂറെങ്കിലും ഉപവസിച്ചിരിക്കണം, പ്രസാദപരവസ്ഥയിലായിരിക്കണം. അതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം. അപ്പൊ ഗ്രേഡ് കൂടിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണം. ഇനി മറ്റൊരു കാര്യമാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റുകയില്ല എന്നൊരു ബോധം നമുക്കുണ്ടാകണം. ഒന്നാമത്തെ കാര്യം എന്താ? തിരുത്തലുകൾ സ്വീകരിക്കണം. രണ്ടാമത്തേത് ദൈവത്തിൽ വസിക്കണം. മൂന്നാമത്തേത് ദൈവം നമ്മിൽ വസിക്കണം. നാലാമത്തെ കാര്യം നാം ഒന്നുമല്ല, നമ്മുടെ പരിമിതികളെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. അതുകൊണ്ടാണ് യോഹന്നാൻ 15:5 പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അത് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകണം. ദൈവമാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ സഹായിക്കാനുള്ളത്. നമ്മൾ എവിടെ ഓടിയാലും നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റില്ല. ഈ ജീവിതം ഫലപ്രദമായിട്ട് ജീവിച്ചു തീർക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇത് മനസ്സിൽ അടിവരയിട്ട് നമ്മൾ പറയണം.
ദൈവത്തിന് സഹായം വേണം. അതുകൊണ്ടാണല്ലോ മറിയം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൂതൻ പറഞ്ഞു, അപ്പൊ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. ഇതാണ് അഞ്ചാമത്തെ കാര്യം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഒരാൾ നല്ല ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെയുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ ചെയ്യുന്നു, പക്ഷേ ഇല്ലീഗൽ റിലേഷൻഷിപ്പ്. ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇല്ലീഗൽ റിലേഷൻഷിപ്പ്. ധൂർത്തപുത്രനും അതല്ലേ ചെയ്തത്? വ്യഭിചാരികളുടെ കൂടെ കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ച് ഇല്ലീഗൽ റിലേഷൻഷിപ്പ്. പക്ഷെ അവൻ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് വന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞു വരണം. അതാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യണം. നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കണം. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, പക്ഷെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:28 ഇങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പൊ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. 29 മറുപടി പറയും, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത്, ലൂക്കാ 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതുകൊണ്ട് ഈ 5 കാര്യങ്ങളൊന്ന് മനസ്സിൽ കുറിച്ചിട്ടോ. തിരുത്തലുകൾ സ്വീകരിക്കണം, സ്വയം തിരുത്തണം, അല്ലെങ്കിൽ തിരുത്തലുകൾ സ്വീകരിക്കണം. ദൈവത്തിൽ നമ്മൾ വസിക്കണം. ഇനി ദൈവത്തിൽ നമ്മൾ വസിച്ച് കാണിച്ചു കൊടുത്തോണ്ട് കാര്യമില്ല, അത് കണ്ട് ദൈവം നമ്മിൽ വസിക്കണം, ദൈവം നമ്മിൽ വസിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കൊണ്ടൊന്നും സാധ്യമല്ല, ദൈവമാണ് നമ്മളെ സഹായിക്കാനായിട്ടുള്ളത്, ദൈവം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. 5ാമത്തെ കാര്യം ദൈവഹിതം നിറവേറ്റണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് തോന്നിയ പോലെ ജീവിച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ദൈവഹിതം നമ്മിൽ വരാനായിട്ട് നമ്മൾ എപ്പോഴും മനസ്സ് കാണിക്കണം. കടലോട് ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിട, നാളെത്രയായി ഞാൻ ആശിപ്പു ഈശോയെ, നീയാം കടലിൽ ഞാൻ അലിഞ്ഞു നീയാകാൻ, നാളെത്രയായി ഞാൻ ആശിപ്പു ഈശോയെ, നീയാം കടലിൽ ഞാൻ അലിഞ്ഞു നീയാകാൻ, എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ, എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ, എന്നെ നീയാക്കി മാറ്റിയിടണമേ, എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. പരിശുദ്ധമ്മയോട് ചേർന്ന് ഈ വരുന്ന പെന്തക്കോസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ നല്ല ഫലമുള്ള മക്കളായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജീവിതം 4 വരികളായിട്ട് മുന്നോട്ട് വരിക. അൾത്താരെ മുന്നിലായി കിടുന്നു എൻ ജീവനേ, എൻ ജീവനാഥ, കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ, അൾത്താരമുന്നിലായിടുന്നു എൻ ജീവനേ, എൻ ജീവനാഥ, ദാനമായി നീയും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയായി, ദാനമായി നീയും നന്മ
ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു എൻ ജീവനേ എൻ ജീവനാഥ ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിൽ ഏകിടാം ഞാൻ എൻ ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിൽ ഏകിടാം ഞാൻ ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ കാഴ്ചയേകാനിത ഞാൻ വരുന്നു എൻ ജീവിതം ഇന്ന് യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു എൻ ജീവനേ എൻ ജീവനാഥ ദാനമായി നീകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ ദാനമായി നീകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ നിൻ സ്നേഹബലിയോടു ചേർക്കണമേ എന്നെ നീ സ്വന്തമാക്കണമേ. പ്രിയ സഹോദരന്, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പുരാതനമായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവന്റെ സമഗ്രത സമുദ്ധരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്കെല്ലാവർക്കും മുട്ടുമ നിൽക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ
പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെല്ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായദാസനോടും ദൈവ വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത്
അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്ക് അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്ക് അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനായി
അതിൽ കുഴികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂപം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂപം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ അതിനായി വരമേകളെ അതിനീശോ നീ വരണേ. അതിനായി വരമേകളെ അതിനീശോ നീ വരണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ഈ പരിശുദ്ധ പരമവിനിമയം ഞങ്ങൾക്ക് ഇഹലോക ജീവിതത്തിൽ സഹായം പ്രദാനം ചെയ്യുകയും നിത്യാന്തത്തിന് ഞങ്ങൾ അർഹരാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.